വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ് ബനാസർ ഖാലിദ്. എൻചാൻഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠനം പഠിച്ചു തുടങ്ങിക്കാണുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പാഠങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ അതിലെ പോയിന്റ്സ് വൈസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായോ? എങ്കിൽ തീർച്ചയായും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രധാനപ്പെട്ട പാഠത്തിന് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിയോലിത്തിക് ഏജ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? പാലിയോലിത്തിക് ഏജിനെ കുറിച്ചും അതുപോലെ മീസോലിത്തിക് ഏജിനെ കുറിച്ചും പഠിച്ചു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ്. വളരെ എളുപ്പമാണ് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിയോലിത്തിക് ഏജ് അല്ലെ. നിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ്. അപ്പൊ ന്യൂ സ്റ്റോൺ ഏജ് എന്നും അറിയപ്പെടുന്ന എന്ത് തന്നെയാണ്? നിയോലിത്തിക് ഏജ് തന്നെയാണ്. ഓർത്ത് വെക്കുക. അപ്പൊ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞതും എന്ത് തന്നെയാണ്? നിയോലിത്തിക് ഏജ് ആണ് അല്ലെ. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ആണ്. അപ്പൊ നവീന ശിലായുഗം അതാണ് നിയോലിത്തിക് ഏജ് എന്ന് മനസ്സിലാക്കുക. മധ്യശിലായുഗത്തെ തുടർന്ന് അടുത്തത് എന്താണ്? നവീന ശിലായുഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ അല്ലെ. അപ്പൊ നവീന ശിലായുഗം ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം. നവീന ശിലായുഗത്തില് they used polished stone tools അല്ലെ. നമ്മൾ മീസോലിത്തിക് പറഞ്ഞു ചെറിയ സ്റ്റോൺ ടൂൾസ് ആണ്, സ്മോൾ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത്. കല്ലുകൊണ്ടുള്ള ചെറിയ ടൂളുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതോ എങ്ങനെയുള്ളതായിരുന്നു? ഷാർപ്പ് ആയിട്ടുള്ളതായിരുന്നു. ഇവിടെ നോക്കുക, ഈ നിയോലിത്തിക് ഏജില് അല്ലെങ്കിൽ നിയോലിത്തിക് ഏജില് എന്ത് സംഭവിച്ചു? സ്റ്റോൺ ടൂൾസ് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ എന്താണ്? പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെ, മിനുസപ്പെടുത്തിയ ടൂൾസ് എല്ലാം എന്താണ്? ശിലായുധങ്ങളൊക്കെ എന്ത് ചെയ്തു? മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് യുഗത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏത് യുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണ് അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിലാണ് യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് എന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത് ഇവിടെ എന്ത് പ്രത്യേകതയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പീരീഡിനെ നിയോലിത്തിക് പീരീഡ് എന്ന് വിളിച്ചു അല്ലെ. എന്തുകൊണ്ടാണ്? പുതിയതായിട്ട് പുതിയ സ്റ്റോൺ ഏജ് അല്ലെ, ന്യൂ സ്റ്റോൺ ഏജ്. അപ്പൊ സ്റ്റോൺ ഏജ് ആണിത്. എന്താണ് പുതിയതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോൺ ഏജ് തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കുന്നത് പോളിഷ്ഡ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തത് അല്ലെ. അതായത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അടുത്തത് ഈ ഏജിലെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഏജിൽ എത്തിയപ്പോഴത്തേക്കും മനുഷ്യൻ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു അല്ലെ. കൃഷി ആരംഭിച്ച് 8000 വർഷം മുൻപുള്ള ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട പുരോഗതി എന്ന് പറയുന്നത് 8000 ഇയേഴ്സിന് മുമ്പ് തന്നെ എന്താണ്? മനുഷ്യൻ ഈ നവീന ശിലായുഗത്തിൽ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു. അപ്പൊ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് എ മേജർ പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് അല്ലെ. കൾട്ടിവേഷൻ എന്ന് പറയുന്നത് 8000 ഇയേഴ്സ് ബിഫോർ ആണ് ആരംഭിച്ചത്. അത് ഏത് ഏത് യുഗത്തിലാണെന്ന് വെച്ചാല് നവീന ശിലായുഗത്തിലാണ് അല്ലെ. അപ്പൊ നവീന ശിലായുഗത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. ഏകദേശം 8000 വർഷം മുൻപുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി എന്ന് പറയുന്നത് കൃഷി ആരംഭിച്ചു എന്നതാണ്. അപ്പൊ നവീന ശിലായുഗത്തിലെ റിമാർക്കബിൾ പ്രോഗ്രസ് എന്താണ്? ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് മനസ്സിലാക്കിയത് മക്കളെ, ഇവിടെ എന്താണ്? എന്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്? കൃഷിയിലേക്ക് അവർ കടക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എൻവയോൺമെന്റൽ ചേഞ്ചസ്, സ്കാർസിറ്റി ഓഫ് ഫുഡ്, then population growth. These are the major reasons that led to cultivation അല്ലെ. കൃഷിയിലേക്ക് അവർ നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർക്ക് പരിസ്ഥിതി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് അല്ലെ. എൻവയോൺമെന്റിൽ ചേഞ്ചസ് ഉണ്ടായി. അതുപോലെ ഫുഡ് സ്കേർസ് ആയി അല്ലെ, ഫുഡ് ലഭിക്കാതെ വന്നു. അതുപോലെ എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത്, വളരെയധികം ജനസംഖ്യ വർദ്ധിച്ചു. ഇതെല്ലാം അവർ എന്തിലേക്ക് നയിച്ചു? കൃഷി ചെയ്യാനായിട്ട് ഒരു കാരണമായി തീർന്നു. അപ്പൊ എന്താണ്? ഭക്ഷണത്തിന് ലഭ്യക്കുറവ്, ജനസംഖ്യ വർധനവ്, അതുപോലെ പരിസ്ഥിതി ഉണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഏതിലേക്ക് നയിച്ചു? മനുഷ്യനെ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ മനുഷ്യനെ കൃഷിയിലേക്ക് പ്രേരിപ്പിച്ചു. മനസ്സിലായോ? അപ്പൊ കൃഷി അവര് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണ്? പരിസ്ഥിതി ഉണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിന് ലഭ്യതക്കുറവ്, ജനസംഖ്യ വർധനവ് എന്നിവ മനുഷ്യൻ കൃഷി ആരംഭിക്കാനായിട്ടുള്ള പ്രധാന കാരണങ്ങളായി തീർന്നു. മനസ്സിലായോ? അപ്പൊ നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിന് എന്ത് സംഭവിച്ചു? environmental changes, scarcity of food and population growth etc. are the major reasons led to cultivation. എന്താണ് remarkable progress? beginning of cultivation ആണ് remarkable progress
അതിന് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇങ്ങനെ കൃഷി ആരംഭിച്ച സമയത്ത് കൃഷി ആരംഭിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അവ എന്ത് ചെയ്യണം? ആ കൃഷിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അത് വളർന്ന് അതിന്റെ വിളവ് ലഭിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്ഥലത്ത് താമസിക്കണം അല്ലെ. നമ്മൾ പഠിച്ചു മീസോളിത്തിക് ഏജ് സ്ഥിരവാസം ആരംഭിച്ചു എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ they began to settle here, man began to cultivate, മനുഷ്യൻ കൃഷി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ എവിടെയാണ്? റിവർ വാലീസിലാണ് സെറ്റിൽ ചെയ്തത്. എന്താണ്? നദീതടങ്ങൾ അല്ലെ. ഇപ്പൊ കൃഷിക്ക് ആവശ്യമുള്ള ജലസേചനത്തിനും അതിനെല്ലാം ആവശ്യമായിട്ട് അവരെവിടെയാണ് അപ്പം വസിച്ചത്, താമസിച്ചത്? നദീതീരങ്ങൾ അല്ലെ. നദീതടങ്ങളിലാണെങ്കിൽ സെറ്റിൽ റിവർ വാലീസ് അല്ലെ. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യൻ എന്ത് ചെയ്തു? കൃഷി ആരംഭിക്കുകയും അവിടെ താമസിക്കുകയും സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു. അപ്പം അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, they began to rear animals for food. അതുപോലെ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മനുഷ്യൻ ആനിമൽസിനെ വളർത്താൻ തുടങ്ങി അല്ലെ. സ്ഥിരവാസം ആരംഭിച്ചു. ഇനി എന്താണ് മനുഷ്യൻ ചെയ്തത്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? അനിമൽസിനെ വളർത്തി. they reared animals for food. അതുപോലെ തന്നെ എന്താണ്? wheat, barley, jute, different kinds of tubers, plantain and paddies were cultivated. അപ്പൊ കൃഷിയിൽ എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്യുന്നത്? ഗോതമ്പ്, ബാർലി, ജൂട്ട്, അതുപോലെ പലതരം കിഴങ്ങ് വർഗ്ഗം, ട്യൂബേഴ്സ്, പ്ലാന്റൻ, വാഴ, പാഡി, നെല്ല് മുതലായവയൊക്കെ കൃഷി ചെയ്തു അല്ലെ. അപ്പൊ മനുഷ്യൻ എന്തൊക്കെ കൃഷി ചെയ്തു? നവീന ശിലായുഗത്തില് മനുഷ്യൻ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് മൃഗങ്ങളെ വളർത്തി. അതുപോലെ കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനുമായിട്ട് നവീന ശിലായുഗത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസം ആരംഭിച്ചു അല്ലെ. കാർഷിക ആവശ്യം വേണം, അതിൽ മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അതിൽ man began to cultivate, settle in river valleys, began to rear animals for food. അടുത്ത എന്ത് ചെയ്തു? എന്തൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്തത്? വീറ്റ്, ബാർലി, ഗോതമ്പ്, ബാർലി, അതുപോലെ ജൂട്ട്, ചണം, പിന്നെ പലതരം ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ പ്ലാന്റൻ, വാഴ, പാഡി, നെല്ല് മുതലായവയിലെ പ്രധാനപ്പെട്ട വിളകളെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ മക്കളെ ക്ലിയർ ആയോ ഇത്രയും കാര്യം? അപ്പൊ നിയോലിത്തിക് ഏജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ആ പേരിൽ തന്നെ ന്യൂ ലിത്തിക് സ്റ്റോൺ, ഒരു പുതിയ സ്റ്റോൺ ഏജ് ആണ്. അപ്പൊ ഇതും സ്റ്റോൺ ഏജ് തന്നെയാണ്, പക്ഷെ ഇതൊരു പുതിയ സ്റ്റോൺ ഏജ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോൺ ടൂൾസ് തന്നെയാണ് ഉപയോഗപ്പെട്ടിരുന്നത്. പക്ഷെ ആ സ്റ്റോൺ ടൂൾസിന്റെ അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ ശിലായുധങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അല്ലെ. അതിന്റെ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് നവീന ശിലായുഗത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഏജിൽ നമ്മൾ പഠിക്കാത്ത ഒരു പ്രധാന പ്രോഗ്രസ് അവിടെ ഉണ്ടായി മനുഷ്യന്റെ ജീവിതത്തിൽ. എന്താണിത്? ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ അല്ലെ. കൃഷി ആരംഭിച്ചത്, മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 8000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ആരംഭിച്ചത് ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചാൽ നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലാണെന്ന് മനസ്സിലാക്കണം. ഇനി നവീന ശിലായുഗത്തിലേക്ക് കൃഷി ആരംഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അതിന് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു ഈ ഒരു മുമ്പോട്ട് പല കാലഘട്ടത്തില് അല്ലെങ്കിൽ ഈ പറഞ്ഞ നവീന ശിലായുഗത്തിന് മുമ്പ് എന്താണ് മീസോളിത്തിക് ഏജ് അല്ലെ. മീസോളിത്തിക് ഏജിലും അതുപോലെ തന്നെ എന്താണ് പാലിയോളിത്തിക് ഏജിലൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? വേട്ടയാടിയാണ് ജീവിച്ചത്. അങ്ങനെ വേട്ടയാടി ജീവിച്ചപ്പോൾ പരിസ്ഥിതി ഉണ്ടെന്ന എല്ലാ എന്താണ് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന അനിമൽസിനെയൊക്കെ വേട്ടയാടി അവയുടെയൊക്കെ വംശനാശം സംഭവിച്ചു. അപ്പൊ മനുഷ്യന് ഭക്ഷിക്കാനൊന്നും ഇല്ലാതെ, അപ്പൊ സ്കാർസിറ്റി ഓഫ് ഫുഡ് അല്ലെ, ഭക്ഷണം ദൗർബല്യം ഉണ്ടായി. അതുപോലെ പരിസ്ഥിതിയിൽ പല ചേഞ്ചസ് ഉണ്ടായി, പാരിസ്ഥിതികമായിട്ട് എൻവയോൺമെന്റ് ചേഞ്ചസ് ഉണ്ടായി. അതുപോലെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നു അല്ലെ, ആളുകളുടെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് അവർക്ക് ഫുഡ് ലഭിക്കുന്നില്ല. അപ്പൊ അതൊക്കെ എന്തിന് കാരണമായി? that led to the cultivation. These were the major reasons led to cultivation. Cultivation കാരണമായി തീർന്നു. അപ്പൊ അങ്ങനെ കൃഷി ആരംഭിച്ചപ്പോൾ മനുഷ്യൻ കൃഷി ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല. സോ ദാറ്റ് സെറ്റിൽഡ് ഇൻ റിവർ വാലീസ് അല്ലെ, നദീതടങ്ങളില് ജലസേചനം എല്ലാത്തിനും കൃഷിക്ക് ആവശ്യമായിട്ട് ജലമെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ എവിടെ താമസിച്ചു? നദീതടങ്ങളിൽ താമസിച്ചു. റിവർ വാലീസ്. ഇനി they began to rear animals for food. അപ്പൊ കൾട്ടിവേഷൻ മാത്രമല്ല, ഫുഡിന് വേണ്ടിയിട്ട് അവര് അനിമൽസിനെ റെയർ ചെയ്യാൻ വളർത്താൻ ആരംഭിച്ചു. ഇനി എന്ത് ചെയ്തു? അതുപോലെ തന്നെ മനുഷ്യൻ കൾട്ടിവേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ക്രോപ്സ്, മനുഷ്യൻ ആദ്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് മനസ്സിലാക്കണം. വീറ്റ്, ബാർലി, ജൂട്ട് ആൻഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, പ്ലാന്റെയിൻ, പാഡി എക്സെട്ര. ഇത്രയാണ് നമ്മൾ നിയോലിത്തിക് ഏജിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ നിയോലിത്തിക് ഏജസിൽ ഉണ്ടായ ചേഞ്ചസ്, മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കി.
ഈ ചേഞ്ചസിനെ ഒരു ഹിസ്റ്റോറിയ ഗോർഡൻ ചിൽഡ് നിയോളിത്തിക്കൽ റെവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഗോർഡൻ ചിൽഡ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ, ഈ പറയുന്ന ചേഞ്ചസിനെ, നിയോളിത്തിക് ഏജിൽ ഉണ്ടായ മാറ്റങ്ങളെ നിയോളിത്തിക് റെവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അല്ലെ, നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ഏത് ഹിസ്റ്റോറിയനാണ്? ഗോർഡിയൻ ചിൽഡ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയനാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അതുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ നവീന ശിലായുഗത്തെ അല്ലെങ്കിൽ നവീന ശിലായുഗ വിപ്ലവം എന്നതിനെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ഗോർഡൻ ചൈൽഡ് ആണെന്ന് കൂടെ ഓർത്ത്. ഗോർഡൻ ചൈൽഡ് ആണ് അത്തരത്തിൽ അതിനെ വിശേഷിപ്പിച്ചത്. അടുത്തത് നമ്മൾ നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോളിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട ചേഞ്ചസ് മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? വീൽസ് ഉപയോഗപ്പെടുത്തി, അല്ലെ, വീൽസ് യൂസ് ചെയ്തിട്ട് എന്താണ്? ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുക്കളെ അല്ലെങ്കിൽ വസ്തുക്കളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നവീന ശിലായുഗത്തിൽ എന്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു? വീൽസ്, ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. സോ വീൽസ് വെർ യൂസ്ഡ് ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ വിച്ച് ഏജ് എന്ന് ചോദിച്ചാൽ എന്താണ്? നിയോളിത്തിക് ഏജ് ആണെന്ന് ഓർത്തു വെക്കുക, അല്ലെ. നവീന ശിലായുഗത്തിൽ ചക്രം ഉപയോഗപ്പെടുത്തി. എന്തിനാണ്? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തി. അത് മനസ്സിലാക്കാം. അടുത്തത്, ഇങ്ങനെ കൃഷി വികസിച്ചു, അതുപോലെ തന്നെ സ്ഥിരവാസവും എല്ലാം ആരംഭിച്ചത് ഏത് ശിലായുഗത്തിലാണെന്ന് ചോദിച്ചാൽ നവീന ശിലായുഗത്തിൽ, അല്ലെ. അപ്പൊ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ്? സെറ്റിൽഡ് ലൈഫ് എല്ലാം ഏതിന്റെ പ്രത്യേകതയാണെന്ന് ചോദിച്ചാൽ എന്താണ്? നിയോളിത്തിക്കൽ ഏജിന്റെ പ്രത്യേകതയാണെന്ന് ഓർത്തു വെക്കാം. അടുത്തത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിയോളിത്തിക് ഏജില് എന്തൊക്കെ അഡ്വാൻസ്മെന്റ് ആണ് ഉണ്ടായത്, എന്തൊക്കെ അഡ്വാൻസ്മെന്റ് നിയോളിത്തിക് ഏജിൽ ഉണ്ടായത് നമ്മൾ പഠിക്കാം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. എന്തൊക്കെ നോക്കാം. അപ്പൊ മക്കളെ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? നിയോളിത്തിക് ഏജിന്റെ സവിശേഷതയെ കുറിച്ച്, അല്ലെ, സാലന്റ് ഫീച്ചേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയോളിത്തിക് ഏജിന്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ സൈറ്റ് ഏതെന്ന് വെച്ചാൽ ഇടയ്ക്കലാണ്, അല്ലെ. ഇടയ്ക്കൽ ഗുഹകൾ എന്ന ഇടയ്ക്കൽ എന്ന് പറഞ്ഞ കേസ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് കേരളത്തിലാണ്. അത് എന്തിന്റെ സൈറ്റ് ആണ്? നിയോളിത്തിക് ഏജിന്റെ സൈറ്റ് ആണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നിയോളിത്തിക് ഏജിലെ കേരളത്തില് എവിടെയാണ് നിയോളിത്തിക് ഏജിന്റെ സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇടയ്ക്കൽ ഗുഹകളാണ്, അല്ലെ. അപ്പൊ കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കൽ ഗുഹകളാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇടയ്ക്കലാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾ പറഞ്ഞു ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തി, അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്ത് ഉപയോഗപ്പെടുത്തി? നവീന ശിലായുഗത്തിലെ ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തി, അല്ലെ മക്കളെ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് നവീന ശിലായുഗത്തിലും നേരത്തെ പറഞ്ഞതുപോലെ എങ്കിൽ നിയോളിത്തിക് ഏജിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ഏജസിൽ എന്തുണ്ടായിരുന്നു? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ്, എവിഡൻസസ് കണ്ടതാണ്, തെളിവുകൾ മനസ്സിലാക്കിയതാണ്. ആ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നവീന ശിലായുഗത്തിലും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ടെക്നോളജിക്കൽ പ്രോഗ്രസസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നവീന ശിലായുഗത്തിൽ ഉണ്ടായത്? വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സിസ് ആൻഡ് സിക്കിൾസ് വെർ യൂസ്ഡ്, അല്ലെ. വുഡൻ ഹാൻഡിൽഡ്, അല്ലെ, തടിയുടെ പിടിയുള്ള, അല്ലെ, വുഡൻ ഹാൻഡിൽഡ് എന്താണ്? സ്റ്റോൺ ആക്സിസ് ആൻഡ് സ്റ്റോൺ, അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ കോടാലി, വുഡൻ ഹാൻഡിലുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ കോടാലിയും അതുപോലെ സിക്കിൾസ്, അരിവാളും ഉപയോഗിച്ചത് ഏത് ശിലായുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്, അല്ലെ. അപ്പൊ എന്താണ്? വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സിസ് ആൻഡ് സിക്കിൾസ് വെർ യൂസ്ഡ് ഇൻ നിയോളിത്തിക്കൽ പീരീഡ് അല്ലെങ്കിൽ നിയോളിത്തിക് ഏജ്. അത് ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ് മക്കളെ? വുഡൻ വീൽസ്, അല്ലെ. വുഡൻ വീൽസ് ഉപയോഗിച്ചു, അതും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. എന്തിനാണ് വുഡൻ വീൽസ് ഉപയോഗിച്ചത്? ഫോർ മേക്കിംഗ് പോട്രി, അല്ലെ. പോട്രി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തിയതും ഏത് കാലഘട്ടത്തിലാണ്? നിയോളിത്തിക്കൽ ഏജിലാണെന്ന് ഓർത്തു വെക്കുക. സോ വുഡൻ വീൽസ് വെർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്രി. അടുത്തത് ഓർണമെന്റ്സ് വെർ മെയ്ഡ്. ഓർണമെന്റ്സ് വെർ മെയ്ഡ് ഫ്രം സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, അല്ലെ. അടുത്തത് എന്താണ്? ആഭരണങ്ങൾ നിർമ്മിച്ചു, അല്ലെ. ആഭരണങ്ങൾ ഉണ്ടാക്കിയത് ഏതുകൊണ്ടാണ്? കല്ല്, അതുപോലെ തന്നെ തടി, അതുപോലെ എല്ല് എന്നിവ ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കിയതും ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. മക്കളെ മനസ്സിലാക്കാം. ഇനി അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെയും എന്താ? ആഭരണങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഇവിടെയുള്ള ആളുകൾ എന്ത് ധരിച്ചു? ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ആ ആഭരണങ്ങൾ എന്തൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ്? കല്ല് കൊണ്ടുണ്ടാക്കിയതുണ്ടായിരുന്നു, അല്ലെ. തടി കൊണ്ടുണ്ടാക്കിയത്, അതുപോലെ എല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് വെർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അപ്പൊ നിയോളിത്തിക് ഏജില് ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഫിഷിംഗ് ചെയ്തിരുന്നു, അല്ലെ. മീൻ പിടിച്ചിരുന്നു. അതിന് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? ഹാർപൂൺസും ഫിഷിംഗ് ഹുക്സും യൂസ് ചെയ്തിരുന്നു, അല്ലെ. ചൂണ്ടയും ചാട്ടുളിയും, ഹാർപൂണും ഫിഷിംഗ് ഹുക്സും. അപ്പൊ ചൂണ്ടയും
ചാട്ടുളിയും ഉപയോഗിച്ചിരുന്നത് ഫിഷിംഗ് പർപ്പസിനാണ്. അത് ഏത് ഏജിലാണ്? നിയോളിത്തിക് ഏജ് ആണ് ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ എന്റെ മക്കളെ ആദ്യം മനസ്സിലാക്കുന്നത് നിയോളിത്തിക്കൽ ഏജ് അവിടെ എന്താണ് അഡ്വാൻസ്മെന്റ് ഉണ്ടായി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻസ്മെന്റ്? ഒന്നെന്ന് പറയുന്നത് വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ് അല്ലെ. തടിയുടെ പിടിയുള്ള കൽക്കോടാലികളും അരിവാളും ഉപയോഗപ്പെടുത്തിയത് ഏത് ഏജിലാണ്? നിയോളിത്തിക്കൽ ഏജ് ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നമ്മള് എന്താണ് അപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അല്ലെ. നമ്മൾ എന്ത് ഉപയോഗിച്ചൂടെ? ആ കോടാലി ഉപയോഗപ്പെടുത്തി അല്ലെ, അരിവാൾ ഉപയോഗപ്പെടുത്തി. അപ്പൊ എന്താണ് അഡ്വാൻസ്ഡ് ആയി, നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാധാ എന്തിനാണ്? ഹണ്ടിങ് പർപ്പസിന് ആവശ്യമുള്ള ടൂൾസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് തുടങ്ങി? കൃഷി അല്ലെ, കൃഷി ആരംഭിച്ചു, കൾട്ടിവേഷൻ ആരംഭിച്ചു. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ വേണം? പുതിയ ഉപകരണങ്ങൾ അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. ടെക്നോളജിക്ക് നമുക്ക് പുതിയ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അതാണ് നമ്മള് വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള സ്റ്റോൺ ആക്സിസും സിക്കിൾസും ഉപയോഗപ്പെടുത്തി എന്ന് ഓർത്ത് മനസ്സിലാക്കണം. അടുത്തത് എന്താ? നമ്മൾ കൃഷി ആരംഭിച്ചു, അതോടൊപ്പം നമ്മൾ പോട്ടറിക്ക് വേണ്ടി, പോട്ടറില്ലേ എന്താണ് പാത്രങ്ങൾ നിർമ്മിച്ചു. എന്താണ്? മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു അല്ലെ, പോട്ടറി. അതിനെന്ത് യൂസ് ചെയ്തു? വുഡൻ വീൽസ് യൂസ് ചെയ്തു. ഇവിടെ വീൽസ് യൂസ് ചെയ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ. ഇത് വുഡൻ വീൽസ് ആണ്. അത് എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? പോട്ടറി, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി. അടുത്ത നമ്മൾ ഓർണമെന്റ്സ്, നമ്മൾ എല്ലാ ഏജിലും ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് നിർമ്മിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ എന്താണ് ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നത്? എന്താണ്? സ്റ്റോണും വുഡും ബോണും യൂസ് ചെയ്ത ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ ഇത് വെച്ച് ഉണ്ടാക്കിയ ഓർണമെന്റ്സ് ആണ് ഏത് ഏജിൽ യൂസ് ചെയ്യുന്നത്? നിയോളിത്തിക് ഏജിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോണും എന്താണ്? വുഡ് അല്ലെ. സ്റ്റോൺ ഓൾറെഡി നമ്മൾ പഠിച്ചു, ബോണും പഠിച്ചു. ഇവിടെ എന്താണ്? വുഡ് കൊണ്ടുള്ള ഓർണമെന്റ്സ് ഏത് നിയോളിത്തിക് ഏജിൽ ഉപയോഗപ്പെടുത്തിയെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് എന്താണ്? ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്? നിയോളിത്തിക് ഏജിലാണ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ന്യൂ ആയിട്ട് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഫിഷിംഗ് അല്ലെ. അപ്പൊ അതിന് ഹാർപൂൺസും ഫിഷിംഗ് ഹുക്സും ഒക്കെ യൂസ് ചെയ്തത് ഏത് ഏജിനാണ്? നിയോളിത്തിക് ഏജ് ആണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇനി അടുത്ത കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, അതും വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നോക്കാം മക്കളെ, നമ്മൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നിയോളിത്തിക് ഏജ് നവീന ശിലായുഗത്തിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ എന്താണ്? സാങ്കേതിക വിദ്യ എത്രത്തോളം മെച്ചപ്പെട്ടു അല്ലെ, നവീന ശിലായുഗത്തിൽ എന്തൊക്കെ സാങ്കേതിക നേട്ടങ്ങളാണ് ഉണ്ടായെന്ന് നോക്കുകയാണ്. ഒന്നും അടുത്ത മനസ്സിലാക്കേണ്ടത് they use sharpened polished stone tools. നമ്മൾ പഠിച്ച പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്? നവീന ശിലായുഗത്തില് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പൊ പോളിഷ്ഡ് ഹാൻഡ് ടൂൾ സ്റ്റോൺ ടൂൾസ് ആണ്, ഷാർപ്പ് ആയിട്ടുള്ള പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയ. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചത് ഏത് യുഗത്തിലാണെന്ന് വെച്ചാൽ നവീന ശിലായുഗത്തിലാണെന്ന് ഓർത്തുവെക്കുക. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി അല്ലെ, മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ കൊണ്ടുള്ള പാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി അല്ലെ, കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി. നമ്മൾ പഠിച്ചു എന്താണ്? വുഡൻ വീൽസ് എന്തിനു ഉപയോഗിച്ച്? പോട്ടറിക്ക് വേണ്ടി അല്ലെ, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വുഡൻ വീൽസ് ഉപയോഗപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ ആ വുഡൻ വീൽസ് ഉപയോഗിച്ചു പാത്രം നിർമ്മിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? കളിമൺ ഉപയോഗിച്ചാണ് പാത്രം നിർമ്മിച്ചത്. പോട്ട്സ് ഓഫ് ക്ലേ, കളിമൺ ഉപയോഗിച്ച് പാത്രങ്ങൾ നിർമ്മിച്ചത് ഏത് യുഗത്തിലാണ്? ഏത് ഏജിലാണെന്ന് വെച്ചാൽ നവീന ശിലായുഗത്തിലാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നെക്സ്റ്റ് എന്താണ്? റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് നമ്മൾ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ചങ്ങാടങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ഏത് യുഗത്തിലാണെന്ന് വെച്ചാൽ നിയോളിത്തിക് ഏജ്. പുതിയ പുതിയ മാറ്റങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ഉപയോഗിച്ചു? റാഫ്റ്റ്സ് ഉപയോഗിച്ചു, ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു അല്ലെ. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് എന്താണ്? ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. അടുത്ത എന്താണ്? പ്ലഫ് ഷെയർസ് ആൻഡ് സ്പേഡ് വെയർ മേഡ് ഓഫ് വുഡ് അല്ലെ. പ്ലഫ് ഷെയറും സ്പേഡും അതായത് തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. പ്ലഫ് ഷെയറും സ്പേഡും തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചത് എന്തിനാണ്? കൃഷി ആവശ്യത്തിനാണെന്ന് ഓർത്തിരിക്കുന്നത്. നമ്മൾ കൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ പ്ലഫ് ഷെയർ ആൻഡ് സ്പേഡ് വെയർ മേഡ് ഓഫ് വുഡ് വെയർ യൂസ്ഡ് ഇൻ നിയോളിത്തിക്കൽ ഏജ്. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചത് ഏത് യുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത എന്താണ്? നമ്മൾ പഠിച്ചു ക്ലോത്ത്സ് ബോൺ ഔട്ട് ഓഫ് ഫൈബർ അല്ലെ. ഫൈബറിൽ നിന്ന് ഉണ്ടാക്കിയ നാരുകൾ കൊണ്ട് നിർമ്മിച്ച തുണികളാണ് ഉപയോഗപ്പെടുത്തിയത്. ആ നാരുകൾ തുന്നുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബോൺസിൽ നിന്നുണ്ടാക്കിയ നീഡിൽസ് ആണ് യൂസ് ചെയ്തത് അല്ലെ. എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സൂചികൾ ഉപയോഗിച്ചാണ് അവ തുന്നിയതും കൂടെ ഓർത്തു വെക്കുക. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ നെയ്തു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം, നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്?
നമ്മൾ പഠിച്ചു നിയോളിത്തിക് ഏജിന്റെ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ സൈറ്റ് ഏതെന്ന് വെച്ചിട്ടുള്ളതാണ് ഇടയ്ക്കൽ അല്ലെ, ഇടയ്ക്കൽ കേവ്സ്, ഇടയ്ക്കൽ ഗുഹയാണെന്ന് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് നിയോളിത്തിക് ഏജിൽ ഉണ്ടായെന്ന് നോക്കാം. ഒന്നും പഠിച്ചത് വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ് അല്ലെ. വുഡൻ ഹാൻഡിൽഡ് തടിയുടെ പിടിയിട്ടാൽ വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്, അതായത് തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും അതുപോലെ അരിവാൾ ഉപയോഗപ്പെടുത്തിയത് നവീന ശിലായുഗത്തിലാണ്. രണ്ടാമത് വുഡൻ വീൽസ്. അപ്പൊ ഇവിടെ എല്ലാം വുഡിന്റെ ഒരു മനസ്സിലായോ, തടി കൂടുതൽ ഉപയോഗപ്പെടുത്തിയെന്ന് മനസ്സിലായി. അപ്പൊ വുഡൻ വീൽസ് വെയർ യൂസ് ഫോർ മേക്കിംഗ് പോട്ടറി അല്ലെ, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് എന്താണ്, മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന തടി കൊണ്ട് ചക്രങ്ങൾ ഉപയോഗപ്പെടുത്തി. അടുത്ത എന്താണ്, ഓർണമെന്റ്സ് മേഡ് ഓഫ് സ്റ്റോൺ വുഡ് ആൻഡ് ബോൺ. അവിടെ എന്താണ്, ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് തടി അതുപോലെ തന്നെ എല്ല് അതുപോലെ കല്ലും ഉപയോഗപ്പെടുത്തി. ഇനി ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് വെയർ യൂസ് ഫോർ ഫിഷിംഗ്. അപ്പൊ എന്താണ് ഫിഷിംഗ് എന്ന് പറയുന്നത് തുടങ്ങിയത് ഏത് കാലത്താണ്, നവീന ശിലായുഗത്തിൽ അല്ലെങ്കിൽ നിയോളിത്തിക് ഏജ് ആണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് അല്ലെ, അത് ചൂണ്ടയും ചാട്ടുളിയും എന്താണ് ഉപയോഗപ്പെടുത്തുന്നത്, മീൻ പിടിക്കുന്ന അല്ലെ, മീൻ പിടിക്കുന്നതിന് ഉപയോഗപ്പെടുത്തി. ഏത് ശിലായുഗത്തിലാണ്, നവീന ശിലായുഗത്തിൽ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്താണ്, നമ്മൾ മനസ്സിലാക്കി ഇത് ശിലായുഗമാണ് അല്ലെ, പോളിഷ്ഡ് ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, മിനുസമുള്ളതും അതുള്ള മുനയുള്ളതുമായ ഷാർപ്പൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷാർപ്പൻഡ് പോയിന്റ് സ്റ്റോൺ ടൂൾസ്, അതായത് മുനയുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെ, ഷാർപ്പൻഡ് ആയിട്ടുള്ള അതുപോലെ പോളിഷ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷാർപ്പൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ്. ഇതാണ് മിനുസമുള്ളതും മുനയുള്ളതും, ഷാർപ്പൻഡ് പോളിഷ്ഡ്. അപ്പൊ എന്താണ്, ഷാർപ്പൻഡ് മുനയുള്ളതും അതുപോലെ പോളിഷ്ഡ് മിനുസമുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചത് ഏത് കാലഘട്ടത്തിലാണ്, നവീന ശിലായുഗത്തിൽ നിന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമ്മൾ മനസ്സിലാക്കി എന്താ പോയിന്റ്, വുഡൻ അല്ലെ, വുഡൻ നമ്മൾ പറഞ്ഞു വുഡൻ വീൽസ് ആർ യൂസ് ഫോർ മേക്കിംഗ് പോട്ടറി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനോടൊപ്പം മനസ്സിലാക്കി എന്താണ്, പോട്ട്സ് മേഡ് ഓഫ് ക്ലേ അല്ലെ, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ നിർമ്മിച്ചതും നിയോളിത്തിക് ഏജ് ആണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് ചങ്ങാടങ്ങൾ ഉപയോഗിച്ചില്ല. റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ചങ്ങാടങ്ങൾ ഉപയോഗിച്ചതും നവീന ശിലായുഗത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഓർത്തു വെക്കാം. ഇനി മനസ്സിലാക്കേണ്ടത് കൾട്ടിവേഷൻ അല്ലെ, കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അപ്പൊ അവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് എന്താണ്, കലപ്പ, പ്ലഗ്ഷെയർ ആൻഡ് സ്പേഡ് which were made of wood were used in Neolithic age അല്ലെ. പ്ലഗ്ഷെയർ ആൻഡ് സ്പേഡ് അതായത് തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചത് നവീന ശിലായുഗത്തിലാണ് അല്ലെങ്കിൽ നിയോളിത്തിക് ഏജ് ആണെന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ, clothes worn out of jute അല്ലെ, clothes worn out of jute fibers were using needles fashioned from bones. അതായത് clothes worn out of jute fibers എന്ന് ഉണ്ടാക്കിയ ക്ലോത്ത്സ് അല്ലെ, അത് എങ്ങനെയാണ് സ്വീ ചെയ്യുന്നത്, എങ്ങനെയാണ് തച്ചിരുന്നത്, യൂസിങ് നീഡിൽസ് മെയ്ഡ് ഫ്രം ബോൺസ് ഉണ്ടാക്കിയ നീഡിൽസ് ഉപയോഗിച്ചാണ് അത് സ്വീ ചെയ്യുന്നത് അല്ലെങ്കിൽ തച്ചിരുന്നത്. മനസ്സിലായ, അത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കേണ്ടത്, നിയോളിത്തിക് ഏജ് എങ്കിൽ എന്താണ് നവീന ശിലായുഗത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്സ്. എന്റെ മക്കൾക്ക് ഇത് ക്ലിയർ ആയോ? ഇത് വളരെ എളുപ്പമാണ്. ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ ഇത് എന്താണ് ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ പഠിച്ചു പോകണം. കൾട്ടിവേഷൻ പ്രധാനപ്പെട്ട പ്രോഗ്രസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ഇൻവെൻഷൻസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ കൾട്ടിവേഷൻ റിലേറ്റ് ചെയ്ത് അല്ലെ, അവര് സെറ്റിൽ ചെയ്ത് റിവർ വാലീസിന് അതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റു കുറച്ച് പ്രോഗ്രസ്സുകളാണ്. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ പറഞ്ഞു, ഇത്രയും പ്രോഗ്രസ്. ഇതിന് നമ്മൾ കുറച്ച് എവിഡൻസസ്, ഈ നിയോളിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ എവിഡൻസസ് നമുക്ക് എവിടെ നിന്നൊക്കെ കണ്ടെത്താന്ന് കൂടെ നമ്മൾ പഠിച്ചു പോകണം. അപ്പൊ അതും കൂടെ നോക്കിപ്പോ മക്കളെ. നമ്മള് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ, എന്തൊക്കെ ടെക്നോളജി പ്രോഗ്രസ് ആണ് ഉണ്ടായത് മനസ്സിലാക്കി. ഇനി അതിന്റെ എവിഡൻസസ് നമുക്ക് എവിടെ നിന്നൊക്കെ കണ്ടെത്താവുന്നത്, അതായത് നിയോളിത്തിക് പീരീഡ് ടെക്നോളജി പ്രോഗ്രസ് അറ്റൈൻ ചെയ്തു എന്ന് മനസ്സിലാക്കിയത് എവിടെ നിന്നാണ്, സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജ് എന്ന എക്സാമ്പിൾ ആണ്. സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ നിയോളിത്തിക്കൽ മെൻ. ഇപ്പൊ നിയോളിത്തിക്കൽ മാൻ ടെക്നോളജി പ്രോഗ്രസ് അറ്റൈൻ ചെയ്തു എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അവിടെ എന്താണ് സ്വിറ്റ്സർലാൻഡ് ലേക്ക് വില്ലേജിന്റെ പ്രത്യേകത, അവിടെ dwellings in the lake were constructed using logs, animal skin and mud. അതായത് ലേക്സ്, ആ ലേക്ക് വില്ലേജിനെ എന്താണ് ആ ഒരു സ്ഥലം, വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡ്വെല്ലിങ്സ്, താമസിക്കാനുള്ള സ്ഥലങ്ങള് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്, ആ ലോഗ്സ് തടി കഷ്ണങ്ങൾ കൂട്ടിയിട്ട് അതുപോലെ അനിമൽ സ്കിൻ ഉപയോഗിച്ചും മഡ് ഉപയോഗിച്ചും ഒക്കെയാണ് അവിടുത്തെ ആ ഒരു വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങള് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അത്
എന്താണ് നിയോളിത്തിക്കൽ പീരീഡിലെ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നിയോളിത്തിക്കൽ മാൻ അറ്റൈൻ ചെയ്തെന്നുള്ള എവിഡൻസ് എവിടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ലേക്ക് വില്ലേജ് ഇൻ സ്വിറ്റ്സർലാൻഡ് അതിനൊരു എക്സാമ്പിൾ ആണ്. സ്വിറ്റ്സർലാൻഡ് ഈ ലേക്ക് വില്ലേജിലെ ഡ്വെല്ലിങ്സ് അതായത് വാസസ്ഥലങ്ങൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെന്ന് വെച്ചാൽ കൺസ്ട്രക്ട് യൂസിങ് ലോഗ്സ് അല്ലെ, തടി കഷ്ണങ്ങൾ ഉപയോഗിച്ചു, എന്താണ് അതുപോലെ തടി കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി, അതുപോലെ അനിമൽ സ്കിൻ മൃഗത്തിന്റെ തോലും അതുപോലെ കളിമണ്ണ് മഡ് ഒക്കെ യൂസ് ചെയ്താണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ തടാകങ്ങളിലെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലസ്തീനിലെ വാൾസും ഹൗസസും സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. പാലസ്തീനിലെ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത്, പാലസ്തീൻ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നവീന ശിലായുഗത്തിന് മറ്റൊരു എവിഡൻസ് എവിടെയെന്ന് വെച്ചാൽ പാലസ്തീനിലെ ജെറിഷോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വാൾസും ഹൗസസും സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടെ നമുക്ക് എവിഡൻസ് ലഭിക്കുന്നതാണ്. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് എവിഡൻസസ് നിയോളിത്തിക്കൽ മാന്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ എവിഡൻസസ് എന്തൊക്കെയാണ്? ഒന്ന് സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജ് ആണ്. Lake village in Switzerland is എന്താണ് remarkable. It's an example for the technological progress attained by Neolithical man. That means the dwellings in lake, ഈ ലേക്കിലെ dwellings വാസസ്ഥലങ്ങൾ they are constructed using logs, animal skin and mud, and the walls and houses built of stone are found in from Jericho in Palestine. Palestine ജെറീഷോയില് വാൾസും ഹൗസസും സ്റ്റോൺ ഉണ്ടാക്കി എന്നുള്ളതും they are also technology and then evidences, that is evidences of the technological progress of Neolithical man. Neolithic man technological progress evidences ആണ് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലെ പ്രത്യേകത. അതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നവീന ശിലായുഗത്തിലെ മനുഷ്യൻ എത്രത്തോളം സാങ്കേതിക പുരോഗതി കൈവരിച്ചു എന്ന ഉദാഹരണം ഏതൊക്കെയാണ്? സ്വിറ്റ്സർലാൻഡ് ലേക്ക് വില്ലേജ് അല്ലെ, തടാക ഗ്രാമങ്ങൾ, അവിടെയുള്ള വാസസ്ഥലങ്ങള് നിർമ്മിച്ചിരിക്കുന്നത് എന്തിന്റെ സഹായത്തിലൂടെയാണ്? തടിക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ കൊഴുപ്പും അതുപോലെ തന്നെ മൃഗത്തിന്റെ തോലും, തടിക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോൽ അല്ലെ, സ്കിൻ, മൃഗത്തിന്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് ആ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജെറീക്കോ എന്ന് പറഞ്ഞ പാലസ്തീനിലെ ഒരു സ്ഥലത്ത് എന്താണ് ഈ കല്ലുകൾ കൊണ്ടാണ് അവിടുത്തെ മതിലുകളും വീടുകളും നിർമ്മിച്ചിരിക്കുന്നതോടെ കണ്ടെത്തി. അതും എന്താണ് ടെക്നോളജിക്കലായിട്ട് നിയോളിത്തിക്കൽ മാൻ ഡെവലപ്ഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കേണ്ട തെളിവുകളാണ് ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് നിയോളിത്തിക്കൽ മാനിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ക്ലിയർ ആയ മക്കളെ? ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നവീന ശിലായുഗത്തിൽ അല്ലെ, മാൻ ഡ്യൂറിംഗ് നിയോളിത്തിക്കൽ പീരീഡ് the human life spread far and wide. അതായത് നവീന ശിലായുഗത്തിന് സമയത്ത് ഡ്യൂറിംഗ് നിയോളിത്തിക്കൽ പീരീഡ് human life spread far and wide, and that is why there is for population growth and consequent necessity for cultivatable and habitable land with a major reason for this. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നിയോളിത്തിക് പീരീഡില് അല്ലെങ്കിൽ നവീന ശിലായുഗത്തില് ആളുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണം, മനുഷ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കാൻ പ്രധാന കാരണം എന്താണ്? രണ്ട് മേജർ റീസൺ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പിന്നെന്താണ്? പോപ്പുലേഷൻ ഗ്രോ ചെയ്തപ്പോഴത്തേക്കും ആവശ്യമുള്ള കൃഷിഭൂമി അല്ലെ, കൾട്ടിവേറ്റഡ് ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ്, അതായത് വാസയോഗ്യത്തിനും അതുപോലെ തന്നെയാണ് കൃഷിക്കും ആവശ്യമായിട്ടുള്ള ഭൂമി ലഭിക്കാതെ വന്നപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്തു? ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പോവാൻ ആരംഭിച്ചത് അല്ലെ. അപ്പൊ അതാണ് ഡ്യൂറിംഗ് നിയോളിത്തിക്കൽ ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്? ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് വൺ ഈസ് the consequent necessity for cultivable and habitable land. These are the major reasons for the particular major reasons for the spreading of human life far and wide. മനസ്സിലായി? അപ്പൊ ഹ്യൂമൻ ലൈഫ് ഫാർ ആൻഡ് വൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതുപോലെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായപ്പോൾ കൂടുതൽ ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിവേറ്റബിൾ ആയിട്ടുള്ള ലാൻഡും അതുപോലെ ഹാബിറ്റേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വസിക്കാനും അതുപോലെ തന്നെ എന്താണ് കൃഷിക്കും ആവശ്യമുള്ള സ്ഥലം അല്ലെങ്കിൽ സ്ഥലം ആവശ്യമായിട്ട് വന്നു. അപ്പൊ പ്രദേശങ്ങൾ ആവശ്യമായിട്ട് ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ നവീന ശിലായുഗത്തിൽ മനുഷ്യരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. എന്താണ് കാരണം മക്കളെ? ജനസംഖ്യ വർധനവ്. ജനസംഖ്യ വർദ്ധിപ്പിച്ചപ്പോ എന്ത് സംഭവിച്ചു? അവിടെ താമസിക്കാൻ സ്ഥലമുണ്ടായോ? വാസയോഗ്യ പ്രദേശങ്ങൾ ലഭ്യമല്ലാതെ വന്നു. അതുപോലെ തന്നെ കൃഷിക്ക് സ്ഥലം പരിമിതമായി തീർന്നു അല്ലെ. കൃഷിയോഗ്യമോ വാസയോഗ്യമോ പ്രദേശങ്ങളുടെ പരിമിതി അല്ലെങ്കിൽ അത് കുറവ് ആവശ്യകതയാണ് മനുഷ്യനെ പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുപോലെ ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങൾ കുടിയേറ്റത്തിന് അവരെ സഹായിച്ചത്. അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ടിങ് ഉപയോഗിച്ചാണ് അവര് മൈഗ്രേറ്റ് ചെയ്തതും കൂടെ ഓർത്തു വെക്കണം കേട്ടോ മക്കളെ.
വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് മൈഗ്രേഷൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പോകാൻ സഹായിച്ചത് ജലമാർഗത്തിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ ജലഗതാഗതമാണ് അവർ ഉപയോഗപ്പെടുത്തിയതെന്നും കൂടെ ഓർത്തുവയ്ക്കും. അപ്പൊ അതാണ് നമ്മൾ അവിടെ നവീന ശിലായുഗത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എന്റെ മക്കൾക്ക് നവീന ശിലായുഗം എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ഒരു ഏജോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അടുത്ത ഏജ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാൽക്കോലിത്തിക് ഏജ് ആണ്. എന്താണ് മക്കളെ? ചാൽക്കോലിത്തിക് ഏജ്. അപ്പൊ നോക്കിയ മക്കളെ, നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്ന് നോക്കാം. ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് താമ്രശിലായുഗം. അല്ലെങ്കിൽ എന്താണ്? ട്രാൻസിഷൻ ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. അല്ലെ, സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്കുള്ള മാറ്റമാണ് എന്ത്? ചാൽക്കോലിത്തിക് ഏജ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചാൽക്കോലിക് ഏജ് എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്നും എന്താണ്? ശിലായുഗത്തിൽ നിന്ന് മെറ്റൽ ഏജിലേക്കുള്ള അല്ലെങ്കിൽ എന്താണ്? ശിലായുഗത്തിൽ ലോഹയുഗത്തിലുള്ള മാറ്റമാണ് ഏത്? താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ശിലായുഗത്തിൽ നിന്ന് എങ്ങോട്ട് നമ്മൾ പോയി? ലോഹയുഗത്തിലേക്ക് അല്ലെ, മെറ്റൽ ഏജിലേക്ക് പോയത് ഏത് ഏജിലാണ്? ചാൽക്കോലിത്തിക് ഏജ് ആണെന്ന് എന്റെ മക്കൾ മനസ്സിലാക്കണം. അടുത്തത് ഇവിടെ സ്റ്റോൺ ടൂൾസ് ഉപയോഗപ്പെടുത്തി, അതിനോടൊപ്പം തന്നെ കോപ്പർ ടൂൾസും ഉപയോഗപ്പെടുത്തി. അപ്പൊ താമ്രശിലായുഗം എന്നിവിടെ പറഞ്ഞ എന്താണ്? ചെമ്പ് അല്ലെങ്കിൽ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചത് ഏത് ഘട്ടത്തിലാണ്? ചാൽക്കോലിത്തിക് ഏജിലാണ്. അപ്പൊ ഇവിടെ എന്താണ്? മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണത്തോടൊപ്പം തന്നെ ചെമ്പ് കൊണ്ടുള്ള, കോപ്പർ കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തിയത് ഏത് ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഏത് സമയത്താണ്? ചാൽക്കോലിത്തിക് ഏജ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത് കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്ന് പറയുന്നതാണ് ട്രാൻസിഷൻ ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. അതായത് ശിലായുഗത്തിൽ നിന്നും എന്താണ്? ലോഹയുഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അല്ലെ, ശിലായുഗത്തിൽ ലോഹത്തിലേക്കുള്ള മാറ്റമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശിലാ ആയുധങ്ങളോടൊപ്പം അല്ലെങ്കിൽ ശിലാ ഉപകരണങ്ങളോടൊപ്പം തന്നെ മനുഷ്യന് ശില കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉപകരണങ്ങളോടൊപ്പം തന്നെ മനുഷ്യൻ എന്ത് ഉപയോഗപ്പെടുത്തി? താമ്രം അല്ലെ, ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചു. അതാണ് സ്റ്റോൺ ടൂൾസിനോടൊപ്പം they used copper tools also. in which age? ഏത് ഏജിലാണ്? ചാൽക്കോലിത്തിക് ഏജ് ആണെന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൂടെ ഓർത്ത് വെക്കുക. ഇനി ancient forms of urban settlement existed here. അപ്പൊ അർബൻ സെറ്റിൽമെന്റ് അല്ലെ എന്താണ്? താമ്രശിലായുഗത്തില് അല്ലെങ്കിൽ എന്താണ് അവിടെ എന്താ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നഗരജീവിതം. അപ്പൊ നഗരജീവിതത്തിന്റെ ആദിമ രൂപം നിലനിരുന്ന കേന്ദ്രമായിരുന്നു താമ്രശിലായുഗം എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ആൻഷ്യന്റ് ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെന്റ് നഗരജീവിതം. അപ്പൊ ആൻഷ്യന്റ് ഫോംസ് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ കണ്ടിരുന്ന അർബൻ സെറ്റിൽമെന്റ് ഏത് യുഗത്തിലാണ് ഉണ്ടായിരുന്നത്? ചാൽക്കോലിത്തിക് ഏജിലാണ്. അപ്പൊ അർബൻ സെറ്റിൽമെന്റ്സ് എവിടെയാണ് ഒബ്സർവ് ചെയ്തത്? ചാൽക്കോലിത്തിക് ഏജ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മക്കൾ മനസ്സിലായോ? ചാൽക്കോലിത്തിക് ഏജിൽ എന്ത് സെറ്റിൽമെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്? അർബൻ സെറ്റിൽമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ കുറച്ചും കൂടെ പ്രോഗ്രസ് ഉണ്ടായി, പുരോഗതി ഉണ്ടായി. അപ്പൊ നഗര ജീവിതത്തിന് ആദിമ രൂപം നിലനിന്ന കേന്ദ്രമായിരുന്നു ഏത്? ഈ ചാൽക്കോലിത്തിക് ആ ഒരു പീരീഡ് എന്ന് ഓർത്ത് വെക്കുക. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? തുർക്കിയിലെ ചാതൽ ഹൊയ്ക്കാണ്. എന്താണ്? തുർക്കിയിലെ കാറ്റൽ ഹൊയ്ക്കാണ് ഇവിടെ പറയുന്ന ഒരു ചാതൽ ഹൊയ്ക്ക് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. തുർക്കിയിലെ ആ ഒരു സ്ഥലത്തില് അർബൻ സെറ്റിൽമെന്റ് നമുക്ക് കാണാൻ, നഗര ജീവിതത്തിന്റെ ആദിമ രൂപം കാണാൻ സാധിച്ചു. അത് ഏതാണ്? ഈ ചാൽക്കോലിത്തിക് പീരീഡിലാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കൂടുതൽ നമുക്ക് ലഭിക്കുകയുണ്ടായെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നവീന ശിലായുഗത്തിലും താമ്രശിലായുഗത്തിലും പ്രധാനപ്പെട്ട തെളിവുകൾ നമ്മൾ ലഭിച്ചുണ്ടായി. അങ്ങനെ ലഭിച്ച ഒരു സ്ഥലമാണ് തുർക്കിയിലെ ചാതൽ ഹൊയ്ക്ക്. ആ തുർക്കിയിലെ ചാതൽ ഹൊയ്ക്കിലെ അർബൻ സെറ്റിൽമെന്റ് നഗര ജീവിതത്തിന്റെ ആദിമ രൂപങ്ങൾ അല്ലെങ്കിൽ ആദിമ രൂപം നിലനിരുന്നത് എവിടെയാണ്? തുർക്കിയിലെ ചാതൽ ഹൊയ്ക്കാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ruins of dwellings were discovered and അതായത് dwellings അല്ലെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ruins of dwellings were discovered and also huts made of mud bricks അല്ലെ മഡ് ബ്രിക്സ് ഉണ്ടാക്കിയ ഹഡ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ എന്താണ്? കാറ്റൽ ഹൊയ്ക്ക് തുർക്കി. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയ ആൻഷ്യന്റ് ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെന്റ് എവിടെ കാണപ്പെട്ടു? തുർക്കിയിലാണ് കാണപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ ഡ്വെല്ലിങ്സിന്റെ റൂയിൻസ് എവിടെയാണ് കാണപ്പെട്ടത്? അതും കാണപ്പെട്ടത് ഈ ചാൽക്കോലിത്തിക് ഏജിലാണ്. ഹട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മഡ് ബ്രിക്സ് കൊണ്ടാണ് ഹട്ട്സ് ഉണ്ടാക്കിയത് അല്ലെ. അതാണ് ഹട്ട്സ് ഉണ്ടാക്കിയത് മഡ് ബ്രിക്സ് കൊണ്ടാണ്. ഈ വാസസ്ഥലത്തിൽ നമ്മൾ കുടിലുകൾ നിർമ്മിച്ചത് എങ്ങനെ? ചെളിക്കട്ടകൾ കൊണ്ട് മഡ് ബ്രിക്സുകളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അടുത്തത് റെസിഡ്യൂ ഓഫ് വീറ്റ് ആൻഡ് ബാർലി അല്ലെ വീറ്റിന്റെയും ബാർലിയുടെയൊക്കെ
അവശിഷ്ടങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഈ ചാൽക്കോലിത്തിക് ഏജ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ ആ സമയത്ത് കൃഷി ചെയ്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത എന്താണ്? പിക്ചേഴ്സ് were drawn on walls of huts. ഈ ഹട്ട്സിന്റെ ചുവരുകളില് വാൾസിൽ എന്ത് വരച്ചിരുന്നു? പിക്ചേഴ്സ് വരച്ചിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മക്കളെ, ചാൽക്കോലിത്തിക് ഏജ് അത് എന്താണ്? സ്റ്റോൺ ഏജിൽ നിന്നും മെറ്റൽ ഏജിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ്? സ്റ്റോൺ ടൂൾസിനോടൊപ്പം തന്നെ താമ്രം അഥവാ ചെമ്പ് ഉപയോഗപ്പെടുത്തി, കോപ്പർ ടൂൾസ് ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് ഇതിനെ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്, ഓർത്തു വെക്കണം. അടുത്തത് ഇവിടെ നമ്മൾ അർബൻ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ നഗര ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നഗര ജീവിതത്തിന്റെ ആൻഷ്യന്റ് ഫോംസ് തുടക്കത്തിൽ അല്ലെങ്കിൽ ആദിമ രൂപം എവിടെ കണ്ടെത്തി? ഈ പറയുന്ന ചാൽക്കോലിത്തിക് ഏജിലാണ് കണ്ടെത്തിയത്. അത് തുർക്കിയിലെ ഒരു പ്രദേശത്താണ്, അല്ലെങ്കിൽ തുർക്കിയിലെ ഒരു പ്ലേസിലാണ് നമുക്ക് അർബൻ സെറ്റിൽമെന്റ് നോട്ടീസ് ചെയ്യാൻ സാധിച്ചത്. ചാൽക്കോലിത്തിക് ഏജിൽ അർബൻ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക്, അർബൻ സെറ്റിൽമെന്റ് ആൻഷ്യന്റ് ഫോംസ് ഉണ്ടായിരുന്നു തുർക്കിയിലെ ഒരു പ്ലേസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയത്. അതുപോലെ തന്നെ ഡ്വെല്ലിങ്സിന്റെ റൂയിൻസിലെ വാസസ്ഥലങ്ങളുടെ റിമെയിൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഹട്ട്സ് എന്ന് പറയുന്ന മഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി വീറ്റിന്റെ ബാലിയുടെ റെസിഡ്യൂസ് അല്ലെങ്കിൽ റിമെയിൻസ് നമുക്ക് ഈ പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് അല്ലെ ഈ ഒരു പ്ലേസിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഹട്ട്സിന്റെ വാൾസിൽ പിക്ചേഴ്സും വരച്ച് കാണാൻ സാധിച്ചു. അപ്പൊ ഇതാണ് ചാൽക്കോലിക് ഏജിലെ പ്രധാനപ്പെട്ട റിമാർക്കബിൾ ആയിട്ടുള്ള ആ ഒരു എവിഡൻസസ് അല്ലെങ്കിൽ ആ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുകൊണ്ട് മനസ്സിലാക്കി വെക്കാം. ഇത്രയും ക്ലിയർ ആണ് മക്കളെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ നമ്മള് ചാൽക്കോലിത്തിക് ഏജ് പ്രധാനപ്പെട്ട എവിഡൻസസ് എവിടെ നിന്നൊക്കെ ലഭിച്ചു? നമുക്ക് ഒന്ന് കാറ്റൽ ഹുക്ക് അല്ലെ, തുർക്കിയിലെ കാറ്റൽ ഹുക്ക് എന്നാണ് നമുക്ക് ചാൽക്കോലിത്തിക് എവിഡൻസസ് ഫസ്റ്റ് ലഭിച്ചത്. അതായത് അവിടെ എന്താണ് ആൻഷ്യന്റ് ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെന്റ് എവിഡൻസ് ലഭിച്ചത് ഈ പ്രദേശത്തിൽ നിന്നാണ്. പിന്നെ മഡ് ഹൗസ് വിത്ത് ഓവൻസ് അല്ലെ, ഹൗസ് വിത്ത് ഓവൻസ് മെയ്ഡ് ഓഫ് മഡ് ബ്രിക്സ്. മഡ് ബ്രിക്സ് കൊണ്ട് എങ്ങനെ എന്താണ് ഈ പറയുന്ന ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ച അടപ്പുകളോടുകൂടിയ ഹൗസസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ചാൽക്കോലിത്തിക് ഏജിന്റെ പ്രത്യേകതയാണ്. ഇനി പോട്ടേഴ്സ് വീൽ, പോട്ടേഴ്സ് വീൽ എന്ന് പറയുന്നതാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രം. അത് ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്തി? എവിഡൻസസ് ഓഫ് പോട്ടേഴ്സ് വീൽ ഓൾസോ ഒബ്റ്റെയിൻഡ് ഇൻ ചാൽക്കോലിത്തിക് ഏജ്. ഇവിടെ ചാൽക്കോലിത്തിക് ഏജിന്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഈ ചാൽക്കോലിക് ഏജ് എവിഡൻസ് കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ബലൂചിസ്ഥാനിലെ മെഗ്രാഹ് ആണ്. അപ്പൊ ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്താണ്? മെഹർഗഡ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ഇന്ത്യൻ സബ് കോണ്ടിനുള്ള ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ എവിഡൻസസ് കണ്ടെത്തിയത്. ഏതിന്റെ എവിഡൻസസ്? ഹൗസസ് ഓവൻസ് മെയ്ഡ് അപ്പ് ഓഫ് മഡ് ബ്രിക്സ്, അതുപോലെ പോട്ടേഴ്സ് വീൽ. ഇതെല്ലാം നമുക്ക് ഇതിന്റെ എവിഡൻസസ് ആയിട്ട് ഈ ചാൽക്കോലിത്തിക് ഏജ് എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയത് എവിടെ നിന്നൊക്കെയാണ്? ഇന്ത്യൻ സബ് കോണ്ടിലെ ബലൂചിസ്ഥാനിലെ മെഹർഗഡ് അല്ലെങ്കിൽ എന്താണ് മെഹർഗഡ് എന്താണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്നാണ് ലഭിച്ചതെന്ന് കൂടെ ഓർത്തു വെക്കണം. അപ്പൊ നമ്മള് എന്താണ് എവിഡൻസസ് ഓഫ് ചാൽക്കോലിത്തിക് ഏജ് എവിടെ നിന്നൊക്കെയാണ് ചാൽക്കോലിത്തിക് എവിഡൻസ്? തുർക്കിയിലെ കാറ്റൽ ഹുക്കിൽ നിന്ന് അല്ലെ, തുർക്കിയിലെ കാറ്റൽ ഹുക്കിൽ നിന്നും എന്ത് എവിഡൻസസ് ലഭിച്ചു? ആൻഷ്യന്റ് അർബൻ സെറ്റിൽമെന്റ് എവിഡൻസ് ലഭിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെ ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നമുക്ക് എന്ത് ലഭിച്ചു? എവിഡൻസ് ഓഫ് പോട്ടർ വീൽ അല്ലെ, പോട്ടേഴ്സ് വീൽ, അതായത് മൺപാത്രം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ചക്രം ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അടപ്പുകൾ, ഹൗസ് വിത്ത് ഓവൻസ് വിത്ത് മഡ് ബ്രിക്സ് മെയ്ഡ് ഓഫ് മഡ് ബ്രിക്സ് ഉണ്ടാക്കിയ അടപ്പുകളോട് കൂടിയ എന്താണ് ഹൗസസിന്റെ എവിഡൻസസ് നമുക്ക് എവിടെയാണ് ലഭിച്ചത്? ഈ പറയുന്ന ചാൽക്കോലിത്തിക് ഏജിൽ ഉണ്ടായിരുന്നു നമുക്ക് എവിഡൻസസ് ലഭിച്ചത്. എവിടെ നിന്നൊക്കെയാണ്? മെഹർഗഡ് ഇൻ ബലൂചിസ്ഥാൻ. നമുക്ക് പോട്ടേഴ്സ് വീലിനെ കുറിച്ചുള്ള എവിഡൻസസ് കിട്ടി. അതുപോലെ ഹൗസസ് ഓവൻസ് മഡ് ബ്രിക്സിന്റെ എവിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്ത്യൻ സബ് കോണ്ടിലെ ബലൂചിസ്ഥാനിലെ മെഹർഗഡിലാണെന്നോട് ഓർത്തു വയ്ക്കുക. അപ്പൊ ചാൽക്കോലിക് ഏജിന്റെ എവിഡൻസസ് കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് തുർക്കിയിലെ കാറ്റലൂക്കില്. അവിടെ നമ്മൾ ആൻഷ്യന്റ് അർബൻ സെറ്റിൽമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി, അവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കി. ഇന്ത്യൻ സബ് കോണ്ടിലെ ബലൂചിസ്ഥാനിലെ മെഹർഗഡില് നമ്മൾ എന്ത് മനസ്സിലാക്കി? പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചു പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്നു എവിഡൻസ് കിട്ടി. അതുപോലെ തന്നെ അടപ്പോട് കൂടിയ വീടുകള് എന്താണ് ചെളിക്കെട്ട് കൊണ്ട് നിർമ്മിച്ച അടപ്പോട് കൂടിയ വീടുകളുണ്ടെന്നും അത് ഹൗസ് വിത്ത് ഓവൻസ് മെയ്ഡ് ഓഫ് മഡ് ബ്രിക്സ് were also found from these places. Where the മെഹർഗഡ് ബലൂചിസ്ഥാൻ ഇന്ത്യൻ സബ് കോണ്ടിലെ മെഹർഗഡിൽ നിന്ന് ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്നൊക്കെ നമുക്ക് ഈ എവിഡൻസ് ഒക്കെ ലഭിച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജിലെ എവിഡൻസസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഇനി മക്കളെ ഇന്ത്യയിലെ ചാൽപൂർ കേന്ദ്ര പ്രധാനപ്പെട്ട സൈറ്റ്സ് ഏതൊക്കെ നോക്കാം. രാജസ്ഥാനിലെ ജുലുണ്ട്, അതുപോലെ മധ്യപ്രദേശിലെ ഇറാൻ, അഹാറിലെ രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ അഹാറും ജുലുണ്ടും ചാൽപൂർ സൈറ്റ്സ് ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ മധ്യപ്രദേശിലെ ഇറാനും ചാൽപൂർ സൈറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പം നമ്മള് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി അതുപോലെ തന്നെ നമ്മള് എന്താണ് നിയോളിത്തിക്കൽ ഏജിലെ ഇന്ത്യൻ സൈറ്റ്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളോട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് നിയോളിത്തിക്കൽ സൈറ്റ്സ്? ഒന്ന് നമ്മൾ ഇടക്കൽ കേവ്സ് ഇൻ കേരള അല്ലെ, കേരളത്തിലെ ഇടക്കൽ കേവ്സ് അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് തക്കലക്കോട്ട, ഉത്തുനൂർ എന്നൊക്കെ ഉള്ളത് എന്താണ് ഈ നിയോളിത്തിക്കൽ സൈറ്റ്സ് ആണ് കൂടെ ഓർത്തു വെക്കുക. തക്കലക്കോട്ട, ഉത്തുനൂർ എന്നൊക്കെയാണ് നിയോളിത്തിക്കൽ സൈറ്റ്സ് എന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്റർ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും നമ്മൾ റീകളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റിനും അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുമായി വരാം. Bye from me. Thank you.